രാമരാവണ യുദ്ധകഥ അനുഷ്ഠാനകലയായി അവതരിപ്പിച്ചു പോന്ന തോൽപ്പാവക്കൂത്ത് ഇതാ ഗാന്ധികഥ സ്വീകരിക്കുകയാണ്. ഇങ്ങനെയൊരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാനാവില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനും 1000 വർഷം കഴിഞ്ഞാലും ഈ പ്രകാശം നിലയ്ക്കുന്നില്ല എന്ന് ജവഹർലാൽ നെഹ്റുവും പറഞ്ഞ വാക്യങ്ങൾ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ 21ാം നൂറ്റാണ്ടിലും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭീകരവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും ഭീഷണമായ ഈ കാലത്ത് ഗാന്ധികഥ കൂടുതൽ പ്രസക്തമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഗാന്ധിക്കൂത്ത്. ദൈവത്തെ വണങ്ങുന്ന പോലെ ദേശത്തെ വണങ്ങിട വേണ്ടും. ദൈവത്തെ വണങ്ങുന്ന പോലെ ദേശത്തെ വണങ്ങിട വേണ്ടും. ദൈവഭക്തിയും ദേശഭക്തിയും നമ്മിലെന്തും വേണ്ടും. ദൈവഭക്തിയും ദേശഭക്തിയും നമ്മിലെന്തും വേണ്ടും. ദൈവത്തെ വണങ്ങുന്ന പോലെ ദേശത്തെ വണങ്ങിട വേണ്ടും. ഒവ്വൊരു മനുഷ്യനും ഭാരതീയൻ, അതിൽ ഒരു പിടി മണ്ണും ഭാരതമേ. ഒവ്വൊരു മനുഷ്യനും ഭാരതീയൻ, അതിൽ ഒരു പിടി മണ്ണും ഭാരതമേ. ഇമ്പവും തുன்பവും ശരി സമമേ, ഇതിൽ എമ്മതമേതിലും സമ്മതമേ. ഇമ്പവും തുன்பവും ശരി സമമേ, ഇതിൽ എമ്മതമേതിലും സമ്മതമേ. ദൈവത്തെ വണങ്ങുന്ന പോലെ ദേശത്തെ വണങ്ങിട വേണ്ടും. ദൈവത്തെ വണങ്ങുന്ന പോലെ ദേശത്തെ വണങ്ങിട വേണ്ടും. ആലയമെമ്പത് തന്നാട്, അഴകുള്ള ഗോപുരം ഹിമയമലൈ. ഗോപുരവാസികളായ
കമ്പരുടെ പൊൻതൂലികയിൽ വാണി വിളിയിച്ച രാമായണം കാണാൻ കലികാല ഉത്സവ പറമ്പുകളിലേക്ക് എഴുന്നള്ളുന്ന ദേവി മഹാകാളിക്ക് നമസ്കാരം. അനന്തകോടി നമസ്കാരം. അക്ഷരക്കൂത്തിന്റെ ഉജ്ജ്വല മാതാവായ വാണി മണി വരദായിനിക്ക് നമസ്കാരം. കോടി കോടി നമസ്കാരം. കവിയാം കമ്പർക്ക് നമസ്കാരം. കോടി കോടി നമസ്കാരം. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമര പോരാളികളെ നമസ്കരിക്കാം. നമസ്കരിക്കാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക്, ശ്രീപാദ നമസ്കാരം. ജവഹർലാൽ നെഹ്റുവിനെ, ശ്രീപാദ നമസ്കാരം. ശ്രീ സർദാർ വല്ലഭായി പട്ടേലിനെ, ശ്രീപാദ നമസ്കാരം. റാണി ലക്ഷ്മി ബായിക്ക്, ശ്രീപാദ നമസ്കാരം. താന്തിയ തോപ്പി അവർക്ക്, ശ്രീപാദ നമസ്കാരം. ഭഗത് സിംഗ് അവർക്ക്, ശ്രീപാദ നമസ്കാരം. അബ്ദുൽ കലാം ആസാദ് അവർക്ക്, ശ്രീപാദ നമസ്കാരം. സുഭാഷ് ചന്ദ്രബോസിനെ, ശ്രീപാദ നമസ്കാരം. ടാഗോർജി അവർക്ക്, ശ്രീപാദ നമസ്കാരം. കേരള ഗാന്ധി കേളപ്പജിക്ക്, ശ്രീപാദ നമസ്കാരം. വള്ളത്തോൾ മഹാകവിക്ക്, ശ്രീപാദ നമസ്കാരം. ഇങ്ങനെ മൺമറഞ്ഞു പോയ എല്ലാ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും ശ്രീപാദ നമസ്കാരം. അനന്തകോടി ശ്രീപാദ നമസ്കാരം. നിങ്ങൾ ആരാണ്? എന്താണ് വിശേഷങ്ങൾ? അരുമയായ വിശേഷങ്ങൾ തന്നെ. എന്നും എല്ലാ സമയത്തും രാമർകൂത്ത് കഥപാടി നടന്നവർ. മനസ്സുകളിലും ഭരണങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന രാമരാവണ സംഘർഷങ്ങൾ കഥപാടി നടന്നവരാണ്. ഓഹോ, അങ്ങനെയാണോ? അല്ലേ അല്ല, ഇത് വേറൊരു കഥയാണ്. ഗാന്ധി മഹാത്മാവിന്റെ കഥ. മത്തരായി മതമത്സരങ്ങളിൽ രമിച്ചൊരു നാടിന്റെ വിത്തോളം അടിമകളായി തീർന്ന ജനതയുടെ രക്ഷയ്ക്കായി അവതരിച്ച ഗാന്ധി മഹാത്മാവിന്റെ കഥ. ഓഹോ, എന്നാ കാണുക തന്നെ. रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। ईश्वर अल्लाह तेरे नाम सबको
ഗാന്ധി ചരിത്രം രാമനാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന ഗാന്ധി മഹാത്മാവ് രാമനു ശേഷം സർവഭാരതീയന്റെയും മനോമുകുരത്തിൽ സ്വീകാര്യനായ ആദർശ വിഗ്രഹമാണ്. ധീരോദാത്തമായ ധാർമ്മിക വാഞ്ഛയാണ് അവർ രണ്ടുപേരും പുലർത്തിയത്. കർമ്മത്തിൽ യാതൊരു വീഴ്ചയും വരുത്താത്തവരായിരുന്നു ഇരുവരും. രാമരാജ്യമായിരുന്നു ഗാന്ധിയുടെ സ്വപ്നം. രാമനെ വിളിച്ചാണ് ഗാന്ധി അന്ത്യശ്വാസം വലിച്ചത്. ഗാന്ധിജിക്ക് ജയമുണ്ടെങ്കിൽ നമുക്കും ജയം തന്നെ. തപ്പാതെ തപ്പാതെ രാമരാജ്യം ഗാന്ധി രാജ്യമായിരിക്കട്ടെ. ശരിയാണ്. ഗാന്ധി രാജ്യം സത്യരാജ്യമായിരിക്കട്ടെ. അതെ. സത്യരാജ്യം ധർമ്മരാജ്യമായിരിക്കട്ടെ. ധർമ്മരാജ്യം ഭാരത രാജ്യമായിരിക്കട്ടെ. അതെ അതെ. ഭാരത രാജ്യം അഹിംസാ രാജ്യമായിരിക്കട്ടെ. സത്യം താനേ. ഭാരത രാജ്യം നീണാൾ വാഴ്ന്നു കൊള്ളട്ടെ. അങ്ങനെയാവട്ടെ. 1948 ജനുവരി 30 വെള്ളിയാഴ്ച. സമയം പുലർച്ചെ 2 മണി. അതിരാവിലെ ഗാന്ധി ഗീത വായിക്കുകയാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേ നത്തും ശോചിതുമർഹസി. കർമ്മം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്യുന്ന ഭഗവത്ഗീത ഗാന്ധിജിയുടെ വേദപുസ്തകം. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാണ്. അതിനാൽ നിവൃത്തിയില്ലാത്ത കാര്യത്തിൽ നീ ദുഃഖിച്ചിട്ട് ഫലമില്ല. ഇപ്പോൾ ഗാന്ധിജി കുറ്റിപ്പെൻസിൽ കൊണ്ട് കത്തെഴുതുകയാണ്. ഒരു സഹജീവിയുടെ പ്രയത്നം ആ പെൻസിലുള്ളത് കൊണ്ട് മുനതീരം വരെ ആ കുറ്റിപ്പെൻസിൽ കൊണ്ട് കത്തെഴുതും. എല്ലാ പക്ഷിമൃഗാദികളെയും സ്നേഹിച്ചിരുന്ന ഗാന്ധിജി. ആരെ കാക്കുകയാണ് നീ ഭരതജേ, ആരെ കാക്കുകയാണ് നീ ഭരതജേ. സ്വാതന്ത്ര്യമന്ത്രക്ഷരി മന്ത്രം ചൊല്ലി ഉണർത്തുവാൻ വരികയായി നിൻ മുന്നിലേക്കുന്നവർ. പോരാടുന്ന മനുഷ്യരോട് പറയാം പോരൂ നയിക്കാനിതാ പോർബന്ദർ പ്രസവിച്ച ഗാന്ധി വരവായി. പിന്നോട്ട് പോകില്ല നാം, പിന്നോട്ട് പോകില്ല നാം. ബാപ്പുജി, നമസ്കാരം. മനു, നമസ്കാരം. ഉപവാസത്തിന്റെ ക്ഷീണം വന്നോ? എന്നൊക്കെ ഞാൻ സഹായിക്കാം. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നടക്കട്ടെ. ചില നടത്തങ്ങൾ ഒറ്റയ്ക്കല്ലേ പറ്റൂ. ഞാൻ സഹായിക്കാം. ഒരു സഹായി വേണം. ഹേ മനു, ഇന്നു മുതൽ നീ ഒരു മന്ത്രം ഉരുവിടണം. എന്ത് മന്ത്രമാണ്? മന്ത്രം ഇതാണ്: ഹേ മനുഷ്യ, തളർന്നാലും ഇല്ലേലും വിശ്രമിക്കരുത്. ഹേ മനുഷ്യ, തളർന്നാലും ഇല്ലേലും നീ വിശ്രമിക്കരുത്. ഹേ മനുഷ്യ, തളർന്നാലും ഇല്ലേലും നീ വിശ്രമിക്കരുത്. ഹേ മനുഷ്യ, തളർന്നാലും ഇല്ലേലും നീ വിശ്രമിക്കരുത്. ഈ മനുഷ്യൻ എന്നും ഒരു നടത്തമായിരുന്നു. വിശ്രമമില്ലാത്ത നടത്തം. യാത്രയാകുന്നു ജീവിതം, യാത്ര തൻ അന്ത്യമാകുന്നു മൃത്യു എന്നോർക്കുക. യാത്രയാകുന്നു ജീവിതം, യാത്ര തൻ അന്ത്യമാകുന്നു മൃത്യു എന്നോർക്കുക. പ്രാർത്ഥനാപൂർണം ഓരോ പദവും ഈ മണ്ണിനായി സമർപ്പിക്കൂ സുഹൃതികൾ. പ്രാർത്ഥനാപൂർണം ഓരോ
മാർട്ടിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് ആഫ്രിക്ക. ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ ആരാണ്? ഇത് വെള്ളക്കാർക്കുള്ളതാണ്. What the hell are you traveling in this first class buggy? Why not? I have valid first class ticket. That doesn't matter. No, you won't. Get out. Get out. वैष्णव जन तो तेने कहिए जे पीर पराई जाने रे। वैष्णव जन तो तेने कहिए जे पीर पराई जाने रे। वैष्णव जन तो तेने कहिए जे पीर पराई जाने रे। എന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പടവെട്ടണം. ഈ അപമാനം സഹിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങണം. ഇത് തൊലിപ്പുറമേ കാണുന്ന രോഗമാണ്. ആഴത്തിൽ ഇത് വർണ്ണവിദ്വേഷമാണ്. 1915 അപ്പോളോ ബന്ദർ. ഹായ് ഗാന്ധി. ഗാന്ധി വെള്ളക്കാരുടെ മർദ്ദനങ്ങളെ സഹിച്ചുകൊണ്ട് നേരിടാൻ ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു കരണത്തടിച്ചാൽ ഞാൻ മറ്റേ കരണവും കാണിച്ചു കൊടുക്കും. ഹിംസ പരിവർത്തനത്തിന് ഉതകുകയില്ല. അത് പക പരത്തുകയേയുള്ളൂ. ഈശ്വര ശക്തി കൊണ്ടും മനുഷ്യ നന്മ കൊണ്ടും ആളുകളെ അടുപ്പിക്കണം. ശരിയായ കാര്യം ചെയ്യുക എന്നത് തെറ്റായ നിയമമനുസരിക്കുന്നതിനേക്കാൾ മാന്യമാണ്. അഹിംസയാണ് നമ്മുടെ രീതി. സത്യാഗ്രഹമാണ് നമ്മുടെ സമരം. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. വക്കീലായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ ഗാന്ധി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനായി ഇന്ത്യയിലേക്ക് മടങ്ങി.
അഹിംസ പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചു. അക്രമവും ഭീകരതയും മാറ്റി നിർത്തി രാഷ്ട്രീയ രംഗം ചലനാത്മകമാക്കി. ഗാന്ധി ജയിലിലുമായി. ആശ്ചര്യം. ഗാന്ധിക്ക് അഭയം ഈശ്വരനായിരുന്നു. സമരത്തിനും കമ്മിറ്റിയാണോ? ഉൾവിളികളായിരുന്നു ഗാന്ധിയുടെ ശരി. ഉൾവിളികൾക്ക് കാതോർത്ത ഗാന്ധിക്ക് ലോകത്തെ പുതിയ സമരാശയങ്ങൾ കിട്ടി. സത്യാഗ്രഹമുണ്ടായത്, ഉപ്പ് കുറുക്കിയത്, ഹർത്താൽ ഉണ്ടാക്കിയത്, നിസ്സഹകരണമുണ്ടായത്, സിവിൽ നിയമം ലംഘിച്ചത്. ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ തീയിട്ടപ്പോൾ ഗാന്ധി സമരം പിൻവലിച്ചു. സമരത്തിനും ജനം ഗാന്ധിയെ പിന്തുടർന്നു. സമരത്തിലും ജീവിതത്തിലും ഗാന്ധി ചർക്ക കൊണ്ടുവന്നു. ജനം നൂൽ നൂറ്റു. സത്യമല്ലോ ഇടതു വലതു ഭാഗങ്ങളിൽ കൈനടത്തിച്ച് കൂടും പാവും ചമച്ചിട്ട് ഇഹപരവസനം നെയ്തെടുക്കുന്നു നിത്യം. നീ സത്യമല്ലോ ഇടതു വലതു ഭാഗങ്ങളിൽ കൈനടത്തിച്ച് കൂടും പാവും ചമച്ചിട്ട് ഇഹപരവസനം നെയ്തെടുക്കുന്നു നിത്യം. കാലം നൂലായിടുന്നു കരുണ കരുണമീ അർത്ഥനഗ്നന്റെ ജിപ്പു. കോലം കെട്ടുള്ള മർത്യർക്ക് അരമറവതിനായി കോടി വസ്ത്രങ്ങൾ എന്നും. ഗാന്ധിക്ക് വസ്ത്രം രാഷ്ട്രീയമായിരുന്നു. വക്കീലിന്റെ കുപ്പായം ഗാന്ധി ഊരിവെച്ചു. വിദേശ വസ്ത്രങ്ങൾ തീക്കുണ്ടം കൂട്ടി കത്തിച്ചു. ചർക്ക കൊണ്ട് ജനമനസ്സിന്റെ ഊടും പാവും നെയ്തെടുത്തു. എന്റെ അറസ്റ്റിൽ ആരും കോപിക്കരുത്. ഹിംസയുടെയും അസത്യത്തിന്റെയും മാർഗം സ്വീകരിക്കരുത്. 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ്. ഇന്നലെ ഉച്ചക്കെടുത്ത തീരുമാനപ്രകാരം ഇന്ന് 1919 ഏപ്രിൽ 13 വൈശാഖി ഉത്സവ നാളിൽ വൈകിട്ട് 4:30 ജാലിയൻവാലാബാഗ് മൈതാനിയിൽ ഒരു പൊതുയോഗമുണ്ടായിരിക്കുന്നതാണ്. അറസ്റ്റിലായ പ്രിയപ്പെട്ട നേതാക്കൾ ഡോക്ടർ സത്യപാലിന്റെയും കിച്ചലുവിന്റെയും എഴുത്തുകൾ ആ യോഗത്തിൽ വെച്ച് വായിച്ചു കേൾപ്പിക്കുന്നതാണ്. അവർ ആവശ്യപ്പെട്ട പ്രകാരം ആളുകൾ കൂടുതൽ ആത്മത്യാഗത്തിന് തയ്യാറാവണം. നമുക്കിനി വിശ്രമമില്ല. ജയ് ജയ് ഭാരതരാജ്യം. ജയ് ജയ് ഭാരതരാജ്യം. ജയ് ജയ് ഭാരതരാജ്യം. ജയ് ജയ് ഭാരതരാജ്യം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക. വെള്ളക്കാർ ഇന്ത്യ വിട്ടു പോവുക. വെള്ളക്കാർ ഇന്ത്യ വിട്ടു പോവുക. ഗാന്ധിജിക്ക് ജയ്. ഗാന്ധിജിക്ക് ജയ്. ജയ് ജയ് ഭാരതരാജ്യം. ജയ് ജയ് ഭാരതരാജ്യം. ജയ് ജയ് ഭാരതരാജ്യം. ജയ് ജയ് ഭാരതരാജ്യം.
മിനിറ്റ് നീണ്ടു നിന്ന വെടിവെപ്പിൽ 4000 പേരാണ് മരിച്ചു വരുന്നത്. ചിലർ ഇതാ ഇഴഞ്ഞിഴഞ്ഞ് തെരുവ് വരെ എത്തി വെള്ളം വെള്ളം എന്ന് നിലവിളിക്കുന്നു. സ്വന്തം രക്തത്തിൽ ആയിരങ്ങൾ കുഴഞ്ഞു വീണു. ബന്ധുക്കൾക്കോ ഡോക്ടർമാർക്കോ അടുത്ത ദിവസം രാവിലെ വരെ അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്ര. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ജഡം ഈ സാഗരത്തിന് കൊടുക്കും. ആ ജഡം പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. ഇതാ നമ്മുടെ മഹാത്മാഗാന്ധി 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 78 സത്യാഗ്രഹികളും ആയിരക്കണക്കിന് അനുയായികളുമായി ഈ ഏപ്രിൽ 5-ന് പ്രഭാതത്തിൽ ഈ വഴിയിലൂടെ എത്തുന്നു. നാളെ ജാലിയൻ വാലാബാഗ് ദുഃഖാചരണത്തിന്റെ ആദ്യ ദിവസം. ഗാന്ധിജിയും സത്യാഗ്രഹികളും ഉപ്പു നിയമം ലംഘിക്കുകയാണ്. ഇതാ സത്യാഗ്രഹികൾ എത്താറായി. 18 വയസ്സുള്ള കാന്തിലാൽ, 61 വയസ്സുള്ള ഗാന്ധി, മകൻ മണിലാലും പൗത്രൻ കാന്തിലാലും, വിവിധ സംസ്ഥാനത്തുള്ളവർ, വിവിധ വിശ്വാസം പുലർത്തുന്നവർ, ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ, പാഴ്സി, സിഖ്, വിദ്യാസമ്പന്നർ, നിരക്ഷരർ എല്ലാവരും എത്തിച്ചേരുന്നു. ഇതാ നമ്മുടെ മഹാത്മാഗാന്ധിയോടൊപ്പം നൂറുകണക്കിന് സമര വാളണ്ടിയർമാർ ഈ കടലോരത്തേക്ക് എത്തിച്ചേരുന്നു. ഇതാ ഞാൻ ഉപ്പ് കുറുക്കിയെടുക്കുന്നു. ഉപ്പ് കുറുക്കിയെടുക്കുന്നു ഞാൻ അല്പം സ്വാതന്ത്ര്യം. ഉപ്പ് കുറുക്കിയെടുക്കുന്നു ഞാൻ അല്പം സ്വാതന്ത്ര്യം. അതുപോലെ എന്നുടെ ജനതയുഗത്തിരി ഉപ്പ് കുറുക്കുന്നു. ഉപ്പ് കുറുക്കുന്നു. അവരോടൊപ്പം നേടുകയായി നാടും സ്വാതന്ത്ര്യം. അവരോടൊപ്പം പാടുകയായി അലകടലും സ്വാതന്ത്ര്യം. അലകടലും സ്വാതന്ത്ര്യം. ഒപ്പുറുക്കിയെടുക്കുന്നു ഞാൻ അല്പം സ്വാതന്ത്ര്യം. അതുപോലെ എന്നുടെ ജനതയ്ക്കിരി ഉപ്പുറുക്കുന്നു. ഉപ്പുറുക്കുന്നു. അവരോടൊപ്പം നേടുകയായി നാടും സ്വാതന്ത്ര്യം. അവരോടൊപ്പം പാടുകയായി അലകടലും സ്വാതന്ത്ര്യം. അലകടലും സ്വാതന്ത്ര്യം. അലകടലും സ്വാതന്ത്ര്യം. ഈ അനന്തമായ കടൽ ദൈവം തന്നതാണ്. എത്ര കാലത്തേക്കും വേണ്ട ഉപ്പുവെള്ളമുണ്ട് ഇവിടെ. കുറച്ച് വെള്ളം കുറുക്കി ഉപ്പെടുക്കാനുള്ള അവകാശം ഞാൻ വിനിയോഗിക്കുന്നു. അതിന് ബ്രിട്ടീഷ് സർക്കാരിന് നികുതി കൊടുക്കാനാവില്ല. അഹിംസാവ്രതക്കാരനായി സത്യാഗ്രഹികളുടെ മുഷ്ടിക്കുള്ളിലെ ഒരു പിടി ഉപ്പ്, അത് ശക്തിയുടെ പ്രതീകമാണ്. ഈ മുഷ്ടി അടിച്ചു തകർത്തേക്കാം, എന്നാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. രാജ്യത്തുടനീളം ഇതേ രീതിയിൽ സമരം നടക്കുകയാണ്. ഭാരതീയർ കുറെ കാലമായി അടിമകളായിരുന്നു. അവനും അവന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനുമൊക്കെ നീണ്ട വിദേശ വാഴ്ചയ്ക്ക് കീഴെ കഴിച്ചുകൂട്ടിയവരാണ്. ഇപ്പോൾ അവന്റെ മേൽ വീണ അടി അവനെ സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണ്. ഇനി അവർ അടങ്ങില്ല. ഇന്ത്യയിലെ 30 കോടി ജനത പുതിയ ആവേശത്തിലാണ്. അതാ നോക്കൂ, ജാഥ കടന്നു വരുന്നു. സഹജരെ വലിയ സഹജ സമരമായി കടലുറച്ചു കൈകൾ കോർത്തു കാൽമടച്ചു പോകണം. കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിണക്കുവിൻ. കപട കുടില ഭരണകൂട വീക്ഷണം തകർക്കണം. വൃത്തനെ വിരട്ടുവാൻ ഘട്ടമൊക്കെ മാറ്റുവിൻ. ദുഷ്ടനീതി വിഷ്ടവത്തിൽ മുഴുവേണ്ടി ലക്ഷ്യം. വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും. അയവിഹീന മഹിള നാം കൊടുക്കണം. ആരും വന്നെതിർക്കിലും അല്പവും കൊടുത്തിടാതെ പോയി
അറിയാതെ നിൽക്കണം. വരിക വരിക സഹജരെ വലിയ സഹജ സമരമായി കരളുറച്ചു കൈകൾ കോർത്തു നടക്കു പോകണം. തുറന്നു നോക്കുവിൻ കൈകൾ കോർത്തിളക്കുവിൻ. കപട കുടില ഭരണകൂട വീക്ഷണം തകർക്കണം. കപട കുടില ഭരണകൂട വീക്ഷണം തകർക്കണം. കപട കുടില ഭരണകൂട വീക്ഷണം തകർക്കണം. വാഗൺ ട്രാജഡി, തിരൂർ റെയിൽവേ സ്റ്റേഷൻ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബെല്ലാരിയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ പോത്തന്നൂരെത്തി ബോഗി തുറന്നപ്പോൾ ആർക്കും ജീവൻ ഉണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് 8 ബോംബെ AICC സമ്മേളനം. നാം ഇന്നിവിടെ ചേർന്നിരിക്കുന്നത് അതിപ്രധാനമായൊരു പ്രമേയം അവതരിപ്പിക്കുവാനാണ്. ജവഹർലാൽ നെഹ്റു പ്രമേയം അവതരിപ്പിക്കും. അതിനുവേണ്ടി സ്നേഹാദരങ്ങളോടെ നെഹ്റുവിനെ ക്ഷണിക്കുന്നു. നാം അവസാന സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ബ്രിട്ടീഷുകാരെ നാം ഇവിടെ നിന്നും എന്നേക്കുമായി കെട്ടുകെട്ടിക്കാൻ, നാം നടത്തുന്ന അക്രമരഹിതമായ സമരം നയിക്കാൻ മഹാത്മാഗാന്ധിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രമേയത്തെ ഞാൻ പിന്താങ്ങുന്നു. എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഉടനെ വേണം. അടുത്ത സൂര്യോദയത്തിന് മുമ്പ് ലഭിക്കുമെങ്കിൽ അത്രയും വേഗം നാം ബ്രിട്ടീഷുകാരോട് ഗർജിക്കണം. ഇന്ത്യ വിടുക, ഇന്ത്യ വിടുക, ഇന്ത്യ വിടുക. പ്രമേയം പാസാക്കിയ രാത്രി വളരെ വൈകിയാണ് മഹാത്മാവ് കിടന്നത്. എന്നാൽ രാവിലെ 4 മണിക്ക് തന്നെ ഉണർന്നു കഴിഞ്ഞിരുന്നു. മിസ്റ്റർ ഗാന്ധി, ഞാൻ സൂററ്റിലെ മജിസ്ട്രേറ്റാണ്. താങ്കളെ മറ്റുള്ളവർ അറിയാതെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. ശരി, എത്ര മണിക്ക് പോകണം? 6 മണിക്ക്. ഓ, ധാരാളം സമയമുണ്ടല്ലോ. ഞാൻ പ്രാർത്ഥിച്ചു വരാം. അതുവരെ പ്യാരിയാർ ഇവിടെ ഉണ്ടാകും. ഞാൻ എത്തി. സമയനിഷ്ഠ പാലിച്ചില്ലേ? ഓക്കെ യെസ്. പ്യാരിലാൽ, ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഗുരു ചരൺ സിംഗിനെ തൂക്കിലേറ്റരുത്. ഗാന്ധിജി ഇർവിൻ സന്ധി പ്രകാരം വധശിക്ഷ നടപ്പാക്കുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? ശരി, വിട്ടയക്കാം. ഗാന്ധിജിയുടെ ജയിൽവാസത്തിലൂടെ
നിരവധി രക്തസാക്ഷിത്വങ്ങളിലൂടെ, നിരവധി അനാഥത്വങ്ങളിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ഒടുവിൽ നാം തന്നെ നമ്മുടെ ഭാരതനാടിനെ പകുത്തു പങ്കുവച്ചു. ഒടുവിലാദിനം വന്നു സ്വാതന്ത്ര്യത്തിൻ പുലരി, എങ്കിലും വറ്റാത്ത കണ്ണുനീർ മുഖവുമായി നിൽപ്പു ഭാരതം. ഒടുവിലാദിനം വന്നു സ്വാതന്ത്ര്യത്തിൻ പുലരി, എങ്കിലും വറ്റാത്ത കണ്ണുനീർ മുഖവുമായി നിൽപ്പു ഭാരതം. തമ്മിൽ വേർപിരിയുവാൻ തന്റെ മക്കൾ ഒരുങ്ങുന്നു, തമ്മിൽ വേർപിരിയുവാൻ തന്റെ മക്കൾ ഒരുങ്ങുന്നു. പിരിയുകയായി മക്കൾ, പിരിയുകയായി മക്കൾ, ഇന്നോളവും ഒരുമയോടെ കഴിഞ്ഞവർ. ദുഃഖവും സുഖവും ഒന്നിച്ചു പങ്കിട്ടെടുത്തവർ, ഒരു മുലപ്പാൽ കുടിച്ചു വളർന്നവർ. പിരിയുകയായി മക്കൾ, ഇന്നോളവും ഒരുമയോടെ കഴിഞ്ഞവർ. ദുഃഖവും സുഖവും ഒന്നിച്ചു പങ്കിട്ടെടുത്തവർ, ഒരു മുലപ്പാൽ കുടിച്ചു വളർന്നവർ. വന്ദേ മാതരം, വന്ദേ മാതരം. സുജലാം സുഫലാം മലയജ ശീതളാം, സസ്യശ്യാമളാം മാതരം. വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി, ഭുല്ലകുസുമിത ദ്രുമദള ശോഭിനി, സുഹാസിനി സുമധുര ഭാഷിണി, സുഖദാം വരദാം മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം. ബാപ്പുജി നമസ്കാരം. വിധി ദിനത്തിൻ്റെ സായന്തനം ശാന്തം, വിമല ചിത്തനായി പ്രാർത്ഥനാവേദിയിൽ വിഗതരാകിയാം ഗാന്ധിജി, വിഗതരാകിയാം ഗാന്ധിജി. ഇന്ത്യ തൻ ഹൃദയമപ്പോൾ ത്രസിച്ചുവോ തെല്ലിട. അരികിലാരുടെ കാലൊച്ച കൂപ്പുകൈ കരുതിയോ വെടിയുണ്ടകൾ. അരികിലാരുടെ കാലൊച്ച കൂപ്പുകൈ കരുതിയോ വെടിയുണ്ടകൾ. ഹേ സൂര്യ തവ പദത്തിൽ നമിപ്പതാ, ഹേ സൂര്യ തവ പദത്തിൽ നമിപ്പതാ. ഹേ രാമ തവ പദലീന ജീവനായി ഗാന്ധിജി.
चांद रहेगा बापूजी तेरा नाम रहेगा जब तक सूरज चांद रहेगा बापूजी तेरा नाम रहेगा बापूजी तेरा नाम रहेगा ആരുടെ വെടിയുണ്ടേറ്റ് നീ പതിച്ചാലും ആകുമോ മറക്കുവാൻ നമുക്കീ സുഹൃതത്തെ ആരുടെ വെടിയുണ്ടേറ്റ് നീ പതിച്ചാലും ആകുമോ മറക്കുവാൻ നമുക്കീ സുഹൃതത്തെ ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യനായി പിരിയുന്നത് ഇന്ത്യതൻ ആത്മാവെന്നു പാടിയ കവിത്വത്തെ ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യനായി പിരിയുന്നത് ഇന്ത്യതൻ ആത്മാവെന്നു പാടിയ കവിത്വത്തെ സപ്തസാഗരങ്ങളിൽ ഒഴുകും ജലം നിത്യതപ്തനാം ആകാശത്തിൻ കണ്ണുനീരല്ലോ സപ്തസാഗരങ്ങളിൽ ഒഴുകും ജലം നിത്യതപ്തനാം ആകാശത്തിൻ കണ്ണുനീരല്ലോ മധ്യർ ഏതു മാതാവിൽ ഗർഭപാത്രത്തിൽ പിറന്നാലും ഏകമാം പ്രകാശത്തിൻ ഭിന്നരശ്മികളല്ലോ മർത്യരേതു മാതാവിൽ ഗർഭപാത്രത്തിൽ പിറന്നാലും ഏകമാം പ്രകാശത്തിൻ ഭിന്നരശ്മികളല്ലോ ഏകമാം പ്രകാശത്തിൻ ഭിന്നരശ്മികളല്ലോ ഹിംസയിൽ നിന്ന് അഹിംസയും തീവ്രവാദത്തിൽ നിന്ന് സഹിഷ്ണുതയും പുലർത്താൻ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം. നാടിനെ രക്ഷിക്കാൻ അങ്ങനെ ചെയ്യണം. മതമല്ല, മുഖമില്ലാതെ പിന്നിലൊളിച്ച ഭീകരതയല്ല, മനുഷ്യനാണ് വലുത്. അഹിംസയുടെ ഗാന്ധി വഴിയാണ് വലുത്. या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലെ അഹിംസയാണ് നമ്മുടെ ആയുധം എന്ന് നമ്മെ പഠിപ്പിച്ച മഹാത്മജിയുടെ മതമല്ല, മനുഷ്യരുടെ സ്നേഹമാണ് വലുത് എന്ന് നമ്മെ പഠിപ്പിച്ച ഗാന്ധിജിയുടെ ചരിത്രമാണ് ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിച്ചത്. ഞങ്ങൾ ഇത് പല വേദികളിലും അവതരിപ്പിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ നാനാഭാഗത്തും പല ഭാഷയിലും, ഇംഗ്ലീഷിലും ഹിന്ദിയിലും പല ഭാഷയിലും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അനന്തപുരിയിൽ കേരള സർക്കാരിൻ്റെ ഭാഗമായി ഭാരത് ഭവനിലും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരിലും അതുപോലെ പാവക്കൂത്ത് കാണുവാൻ വന്നിരിക്കുന്ന ഏവരും ഗാന്ധിക്കൂത്ത്
ഞങ്ങളുടെ ഗാന്ധിക്കൂത്ത് കണ്ട് എല്ലാവരും അതിൻ്റെ ചരിത്രം മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിലെ കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം. കേരളത്തിൻ്റെയും കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെയും എല്ലാം വിവിധ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ലഭിച്ചുകൊണ്ട് ഞങ്ങളുടെ ഷൊർണൂർ കൃഷ്ണൻകുട്ടിപ്പുലവർ സ്മാരക തോൽപ്പാവക്കൂത്ത് ഗുരുകുലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതെല്ലാം ഈ വേദി അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഫെലോഷിപ്പ് ജേതാക്കൾ കൂടിയാണ് ഇവരെല്ലാവരും. ഞങ്ങളുടെ ഈ സംഘം 45ഓളം വിദേശ രാജ്യങ്ങളിൽ പാവക്കൂത്ത് അവതരിപ്പിച്ച് ഞങ്ങൾ ഇപ്പോഴും ഈ മാസം ഞങ്ങൾ തായ്ലൻഡിലും സിംഗപ്പൂരിലും എല്ലാം അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കേരളീയം ആണ് അവതരിപ്പിക്കുന്നത്. അവിടെ അത് ഇംഗ്ലീഷ് ഭാഷയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തർജ്ജമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മിക്കവാറും ഒരു 18-ാം തീയതിയോടുകൂടി തായ്ലൻഡിലും മറ്റുള്ള ഭാഗങ്ങളിലും ഞങ്ങൾ പാവക്കൂത്ത് കേരളീയം അവതരിപ്പിക്കുന്നുണ്ട്. കേരള ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. അതിൽ അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ ഇന്നലെ ഇന്നും നാളെയും നാം എന്തായിരിക്കണം, എന്തായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ചരിത്രം സംഭവങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ രൂപപ്പെടുത്തിയ കേരളീയത്തിലേക്ക് വന്നുകൊണ്ട് ഞങ്ങൾക്ക് പാവക്കൂത്ത് അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കിയതിന് സംഘാടകർക്കും അതുപോലെ തന്നെ ഓനിക്കൽ കുമാരനാശാൻ സ്മാരകത്തിൻ്റെ സംഘാടകർ, ഭാരത് ഭവൻ സംഘാടകർ, പാവക്കൂത്ത് കാണുവാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധമായ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കലാകാരന്മാർ വിജയകൃഷ്ണ, മനോജ്, പ്രശോഭ് കുമാർ എല്ലാം തന്നെ കേരള സാംസ്കാരിക വകുപ്പിൻ്റെ എല്ലാ ഫെലോഷിപ്പ് ജേതാക്കളാണ്. എല്ലാ വിദ്യാലയങ്ങളിൽ പാവക്കൂത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ കൂടിയാണ്. അതുപോലെ തന്നെ വിനീത്, അനീഷ് കുമാർ, എൻ്റെ മൂത്തപുത്രൻ്റെ പുത്രിയാണ് രാജീവ് പുലവർ. രാജീവ് നിങ്ങൾക്കറിയാം, അശ്വതിയാണ്. അതുപോലെ തന്നെ എൻ്റെ പേരക്കുട്ടി ആയിട്ടുള്ള ഇഷാൻ കൃഷ്ണൻ. ഈ കലാകാരന്മാരാണ്. രാജീവ് നിങ്ങൾ കണ്ടിരിക്കുക, ഇന്ത്യാസ് ഗോട്ട് ടാലന്റിലെ 6ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കേരളത്തിൻ്റെ തോൽപ്പാവക്കൂത്ത് പഴമയും അതുപോലെ തന്നെ പുതിയ ആധുനിക രീതിയിലുള്ള കഥകളും ചെയ്തുകൊണ്ട് 6ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അമൃത TV-യിൽ അതിൻ്റെ 100ാമത് വാർഷികത്തിൻ്റെ ഭാഗമായി ആ 100ാമത് എപ്പിസോഡായിട്ടുള്ള അമ്മയും മകളിലും ഞങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ 3-4 എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞു. അതിലും പങ്കെടുത്ത് കഴിഞ്ഞു. എല്ലാവരും തുടർന്നത് കാണണം, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് കഴിഞ്ഞ വർഷം തോൽപ്പാവക്കൂത്തിന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഞങ്ങൾ, അതായത് തോൽപ്പാവക്കൂത്ത് കലയ്ക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ ഓരോ ഡിമാൻഡുകളെയും അംഗീകരിച്ചുകൊണ്ട് കേരള സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരിന് എല്ലാ സഹായങ്ങളും നൽകി കേന്ദ്രത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ പത്മശ്രീ അവാർഡ് തോൽപ്പാവക്കൂത്ത് നൽകിയിരിക്കുകയാണ്. പത്മശ്രീ രാമചന്ദ്രൻ പുലവർ. എല്ലാവർക്കും നമസ്കാരം. ഇനി ഇതിൻ്റെ മീശമാധവൻ എന്ന സിനിമയിൽ എങ്ങനെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്, അതുപോലെ തന്നെ കമലഹാസന്റെ മുകുന്ദ എന്നുള്ള പാട്ടൊക്കെ നിങ്ങൾ കേട്ടിരിക്കാം. അതിലൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഈ തോൽപ്പാവക്കൂത്തെ എങ്ങനെയാണ് ഇതിൻ്റെ പിൻവശത്ത് അവതരിപ്പിക്കുന്നത്, ചലിപ്പിക്കുന്നത്, ഇത്രയും നേരം ഞങ്ങളുടെ അധ്വാനം എന്തായിരുന്നു എന്നെല്ലാം കാണുവാൻ വേണ്ടി ഞങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. പ്രത്യേകമായി എൻ്റെ ഓട്ടോമോഷനിലൂടെ ഷൊർണൂർ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുകൊണ്ടാണ് ആ ഓട്ടോമോഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതും അവർക്കും അതുപോലെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ശബ്ദം ഏറ്റവും മനോഹരമായി നൽകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ സംഘാടകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഏവരെയും ഇതിൻ്റെ പിൻവശത്തേക്ക് ക്ഷണിക്കുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഈ കലയെക്കുറിച്ച് സാധാരണയായി ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊന്നും ആർക്കും പ്രവേശനമില്ല. കൂത്തുമാടം എന്ന് പറഞ്ഞ വേദിക്കകത്ത് ഞങ്ങൾക്കല്ലാണ്ട് വേറെ ആർക്കും പ്രവേശനമില്ല. ഞങ്ങൾ മാത്രമേ ഇത് അവതരിപ്പിക്കാറുള്ളൂ. ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെല്ലാം ഉള്ള വേദി കൂടി ഞങ്ങൾ ഇതിൻ്റെ പിൻവശത്തേക്ക് വന്നുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ പല സമയങ്ങളിൽ ഞങ്ങൾ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, പാവനിർമ്മാണങ്ങൾ. കാരണം ഇന്ന് സ്കൂൾ തലത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം കേരള സർക്കാരിൻ്റെ പ്രൊജക്റ്റുകളുടെ ഭാഗമായൊക്കെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇതിൻ്റെ പാവനിർമ്മാണങ്ങളും അതിൻ്റെ പരിശീലനങ്ങളുമെല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 10 മണി മുതൽ 5 മണി വരെയാണ്. ഏവർക്കും അതിലേക്ക് സ്വാഗതം.